ഹലോ, എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന സുഖിയൻ. ചെറുപയർ കൊണ്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സുഖിയൻ ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതിനി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. ചെറുപയർ ഇവിടെ നന്നായി കഴുകി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി കുതിരാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുക്കറിലേക്ക് ഞാൻ കഴുകിയെടുത്ത ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറുപയറിന്റെ തൊട്ടു മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. കുറച്ച് ഉപ്പ് കൂടി നമ്മൾക്ക് ചേർക്കാം. മധുരമുള്ള വിഭവമായതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കരുത്. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാവും. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചെറുപയറെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോവാതെ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വെള്ളം ഒരുപാടുണ്ടെങ്കിൽ ഈ സമയത്ത് കുക്കർ ഓപ്പൺ ചെയ്ത് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ്. ഇനി ഞാനിവിടെ ചെറുപയർ എടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മധുരത്തിന് ആവശ്യമായി കുറച്ച് ശർക്കര ചീകിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾക്ക് ഈ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി ഒന്ന് വെള്ളം വലിയുന്ന രീതിയിൽ ഒന്ന് ആക്കിയെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ചീകി വെച്ചിരിക്കുന്ന ശർക്കര കൂടി ചേർക്കാം. ഇനി ശർക്കര ഒന്ന് ഉരുകി വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങയും ചെറുപയറും ശർക്കരയും എല്ലാം നന്നായി മിക്സായി വരാൻ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും മധുരം എത്തുന്ന രീതിയിൽ നന്നായി നമ്മൾക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ശർക്കരയിലെ വെള്ളമെല്ലാം നന്നായി വറ്റി ചെറുപയറിലേക്ക് നന്നായി മധുരമെല്ലാം പിടിച്ച് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചെറുപയർ കൂട്ടെല്ലാം ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് തണുക്കാൻ നിൽക്കേണ്ട, ഒരിളം ചൂടിൽ തന്നെ നമ്മൾക്ക് ഇത് ഉരുളയുരുട്ടിയെടുക്കണം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ട് ഇനി ഓരോ പയർക്കൂട്ടും നമ്മൾക്ക് ഉരുട്ടിയെടുക്കാം. ചെറുപയറെല്ലാം ഞാനിവിടെ ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുക്കിപ്പൊരിക്കാനുള്ള ഒരു ബാറ്റർ നമ്മൾക്ക് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചൊരു ക്രിസ്പിനെസ് വരും. ഇനി ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനായി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ബാറ്ററിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടി 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാക്കി നമ്മൾക്ക് എടുക്കണം. സുഖിയൻ മുക്കി പൊരിക്കാനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഓരോ ഉരുളകളായി നമ്മൾക്ക് മാവിലേക്കിട്ട് നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ ഉരുളകളിലെല്ലാം നന്നായി മാവ് പിടിച്ചിരിക്കണം. ഇനി ഇത് നമ്മൾക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു വരുമ്പോൾ നമ്മൾക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായക്കടകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള സുഖിയൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.